ആട്ടിൻ തോലിട്ട ചെന്നായെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആടിനെ തിന്നാൻ ആട്ടിൻ തോലണിഞ്ഞ് ആട്ടിൻ പറ്റത്തിനോടൊപ്പം ചേർന്ന ചെന്നായയുടെ കഥ. സ്വൈരമായി ആടുകൾക്കിടയിൽ കഴിയുകയായിരുന്നു ഈ ചെന്നായ. ഒരു ദിവസം കർഷകൻ കൊല്ലാനായി പിടികൂടിയ ആട് നിർഭാഗ്യവശാൽ ഈ ചെന്നായായിരുന്നു. കൂട്ടത്തിൽ വലിയ ആടിനെ തിരഞ്ഞെടുത്തതാണ് കർഷകൻ. ആടുകൾക്കൊപ്പം നിന്ന ചെന്നായ അങ്ങനെ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ചതിയും വഞ്ചനയും ഒരിക്കലും ദീർഘകാലം വിജയിക്കില്ല. വ്യാജവേഷം ധരിച്ചാലും യഥാർത്ഥ സ്വഭാവം ഒടുവിൽ പുറത്തു വരുമെന്നാണ് ഈ കഥയുടെ സാരാംശം. മറ്റുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർ ഒടുവിൽ സ്വയം തന്നെ നശിക്കും. സത്യസന്ധതയും ധാർമ്മികതയുമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്, അല്ലാതെ പരസ്പരം പാരപണിതും ഗുഡ് ലിസ്റ്റിൽ ഇടം നേടിയുമല്ല എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരെ, ഞാനെപ്പോഴും കരുതാറുണ്ട്, ഈ ചെറിയ ജീവിതചക്രത്തിൽ നമുക്ക് ഏറ്റവും മഹത്തരമായതും നമ്മൾ നേടിയെന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ എന്താണ്? ജീവിതത്തിൽ നിങ്ങളെ അത്രമേൽ ഓർമ്മിക്കുന്ന, നിങ്ങളെ അത്രമേൽ പ്രിയമുള്ളവരായി കരുതുന്ന ഒരാൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇടം നേടുന്നതാവും ഈ ചെറിയ ജീവിതചക്രത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം. ബന്ധങ്ങളുടെ ബന്ധനമില്ലാതെ നിങ്ങളെ ഓർമ്മിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തേതെങ്കിലും ഒരിടത്ത് നിങ്ങളെയും കാത്ത് അഥവാ നിങ്ങളെയും എപ്പോഴെങ്കിലും ഓർമ്മിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലൊരിടം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഹൃദയത്തിലിടം നേടിയ ഒരാളെങ്കിലും ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാവും, സൂപ്പർ ഹാപ്പിയാവും.